മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ മേള സംഘടിപ്പിച്ചു. ഫിഷറീസ് വകുപ്പും കേരള നോളജ് ഇക്കോണമി മിഷനും വിജ്ഞാന കേരളവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തൊഴിൽ തീരം പദ്ധതിയുടെ ഭാഗമായി 3 മേഖലാ തൊഴിൽ മേളകളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. MES അസ്മാബി കോളേജിൽ നടന്ന തൊഴിൽ മേള E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സാമുദായികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ച് നല്ല പഠനം നടന്ന ഒരു പ്രദേശത്തിലൊന്നാണ്. ആദിവാസികളായിട്ടുള്ള ആളുകൾ, പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾ, പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുള്ള ഒരു വിഭാഗമായി നമ്മുടെ ഈ തീരപ്രദേശത്തുള്ള ആളുകളും അന്ന് മാറിയതായിട്ട് അവരുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടായിരുന്നൊരു സാമൂഹിക വ്യവസ്ഥ ചിലപ്പോൾ ഒരു പക്ഷെ അതിന് കാരണമായേക്കാം. ഡോക്ടർമാരുടെ മകൻ ഡോക്ടറാവുക, അധ്യാപകരുടെ മകൻ അധ്യാപകനാവുക, വക്കീലിന്റെ മകൻ വക്കീലാവുക, മത്സ്യത്തൊഴിലാളിയുടെ മകൻ മത്സ്യത്തൊഴിലാളിയാകുക, ഇതിങ്ങനെയാണ്. ആ രീതി പതുക്കെ പതുക്കെ മാറാൻ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിന് നല്ല പങ്കുവഹിക്കാൻ കഴിയും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാനേ പറ്റൂല അങ്ങനെ ഒരു രീതിയെ സംബന്ധിച്ച്. അങ്ങനെയൊന്നും ഇപ്പം പറയേ കൂടെ വേണ്ടതില്ല. നമുക്കിപ്പോൾ ഏത് തലങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം നേടി മിടുക്കരായിട്ടുള്ള ആളുകളുടെ എണ്ണം നല്ല പോലെ വർദ്ധിച്ചിട്ടുള്ളത് കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങളൊക്കെ ഈ കുട്ടികളെ ആദരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഈ അടുത്ത കാലത്തായി എനിക്ക് തോന്നുന്നു വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ ഡോക്ടറേറ്റ് കിട്ടിയ, അതുപോലെ MBBS ഡോക്ടറായ കുട്ടികളുടെ എണ്ണമൊക്കെ എത്രയോ കൂടുതലായിട്ട് വരുന്നറിയില്ല. പണ്ടൊന്നും അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നല്ല എണ്ണം പത്രത്തിൽ മിടുക്കികളായിട്ടുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ മേഖലയിലുള്ളൊരു പണി എന്ന നിലയിൽ മത്സ്യബന്ധനം നടത്താൻ, അതൊക്കെ ആ തൊഴിലിനൊന്നും പ്രശ്നമില്ല. നല്ല തൊഴിൽ, വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന റിസ്ക് ഉള്ള തൊഴിലൊക്കെ അതുണ്ട്. എന്നാൽ നമുക്ക് ആഗ്രഹിക്കുന്ന തൊഴിലനുസരിച്ച് നമ്മുടെ കുട്ടികൾ വളർന്നു വരണ്ടേ, എല്ലാവരെയും പോലെ അങ്ങനെ വളർന്നു വരണം. അങ്ങനെ വരുന്നതിനുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയാൽ മാത്രം പോരാ, പിന്നെ അവർക്ക് എന്ത് വേണം? അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട്. ആ ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ തൊഴിൽ തീര പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ചും കേരള നോളജ് ഇക്കോണമി മിഷനും അതുപോലെ വിജ്ഞാന കേരളവും ഒക്കെ സംയുക്തമായി, ജനപ്രതിനിധികളെല്ലാം സംയുക്തമായി ഇപ്പോൾ നടത്തുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ CBIB, വിജ്ഞാന കേരളം DMC ജ്യോതിഷ് കുമാർ, അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K സമീന, ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ PS ശിവപ്രസാദ്, PD ലിസി, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ അന്വേഷകരാണ് മേളയിൽ പങ്കെടുത്തത്.